ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഗാർഡൻ വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി നമ്മൾ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഗാർഡനൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ. മുറ്റത്തെ മണ്ണടിച്ചപ്പോഴൊക്കെ ചെടികളൊക്കെ ഒരു സൈഡിലേക്കൊക്കെ മാറ്റി തോന്നിയോടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഒക്കെ വെച്ച് ആകെ വൃത്തികേടായി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ വൃത്തിയില്ലാത്ത ഗാർഡൻ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ എന്തോ ഒരു വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇവിടുത്തെ മണ്ണൊക്കെ അപ്പുറത്ത് കൊണ്ട് അടിച്ചു കേട്ടോ. കുറേ നാളായി മണ്ണടിച്ചിട്ടോ, പക്ഷെ നമുക്കതെടുത്ത് വിടാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മണ്ണടിച്ച് കഴിഞ്ഞിട്ട് മണ്ണ് നിരത്തിയിട്ടും കഴിഞ്ഞിട്ട് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ മണ്ണ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ചെടികളൊക്കെ എന്തായാലും മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇത്രയും വൈകിട്ടാണ് 1-2 മാസത്തോളം കണ്ടായി മണ്ണടിച്ചിട്ട്. ഇപ്പോഴാണ് നമുക്കതിടാൻ സമയം കിട്ടിയത്. അപ്പോൾ പിന്നെ നമുക്കെല്ലാം നല്ല വൃത്തിക്ക് കിടക്കുമ്പോഴാണല്ലേ നമുക്ക് എന്ത് കാര്യം ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഡനൊക്കെ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല. കുറേ അത് മാത്രമല്ല കേട്ടോ, കാരണം നമ്മൾ എന്നും ലോട്ടസ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ സെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ കുറേ എൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സും എന്തൊക്കെയോ കുറേ ചെടികൾ ഫ്ലവറിങ് അല്ലാത്ത ലീഫി പ്ലാന്റ്സുകളൊക്കെ നാശമായി പോയിട്ടാണ്. ഇപ്പം ഞാനൊന്ന് എല്ലാം സെറ്റാക്കി വെച്ചു. കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചു. ഇങ്ങനെ ഒരു കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഒന്ന് മാറ്റി. മഴ പെയ്തപ്പോൾ അങ്ങോട്ട് ഇരുന്നായിരുന്നു കേട്ടോ. താഴേക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് പോയായിരുന്നു. എന്നിട്ട് ഞാൻ ഇതൊക്കെ മാറ്റി ടയറൊക്കെ വെച്ചിട്ട് അടിയിൽ വീണ്ടും ഒന്നും കൂടി സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കുറേ ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കലാത്തിയ പ്ലാന്റ്സ് ചിലതൊക്കെ പോയി. കലാത്തിയ പ്ലാന്റ്സൊക്കെ നല്ല കഴിഞ്ഞ കൊല്ലം വേനൽക്കാലത്തൊക്കെ നല്ല ഫ്രഷായിട്ട് നിന്നിരുന്ന ചെടികളായിരുന്നു കേട്ടോ എൻ്റെ. ഇപ്പോൾ ഒന്ന് വീണ്ടും സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മഞ്ഞൊക്കെ രാത്രി നല്ല മഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ മഞ്ഞ് തുള്ളികളൊക്കെ വീണിട്ടല്ലേ ഒക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെറ്റാക്കിയത്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കാം കൂടുതൽ ചെടികൾ മുന്നൊക്കെ ഞാനിങ്ങനെ എന്ത് ചെടി കണ്ടാലും വാങ്ങിക്കുക. ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റണത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണത്രയും ഇനി വാങ്ങി വെക്കണില്ല, ഉള്ളത് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ഒഴിഞ്ഞ ചട്ടികളൊക്കെ കണ്ടില്ലേ, ഇതിലുണ്ടായിരുന്ന ചെടികളൊക്കെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട് കണ്ട. ഈ സൈഡിലൊക്കെ മാറ്റിയിട്ടേക്കുന്ന ചട്ടികളിലൊക്കെ ചെടി നശിച്ചു പോയതാണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, എല്ലാം കൂടി അങ്ങോട്ട് നോക്കി എത്തുന്നുണ്ടായിരുന്നില്ല. ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും അതുപോലെ കലാത്തിയ പ്ലാന്റ്സ് ആയാലും നല്ലപോലെ നമുക്ക് കെയറിങ് വേണം. അഗ്ലോണിമ പ്ലാന്റ്സ് പിന്നെ എന്താ പറയുക, അങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതങ്ങനെ നിന്നോളും. വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ വേനൽക്കാലം എന്നല്ല, ഒരാഴ്ച അടുപ്പിച്ച് വെയിൽ തെളിഞ്ഞാൽ നല്ല പോലെ വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ കലാത്തിയ പ്ലാന്റ്സും മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലാത്ത ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ നശിച്ചു പോകും. അങ്ങനെ കുറേ ചെടികൾ നാശമായിപ്പോയി. ഇപ്പം ഞാൻ കലാത്തിയ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതൊക്കെ വെള്ളം ഒഴിക്കാണ്ട് കരിച്ചിൽ ഒന്ന് വൃത്തിയില്ലാണ്ട് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയിൽ നിന്നിരുന്ന കലാത്തികളൊക്കെയാണ്. അതിൻ്റെ ഒക്കെ ഭംഗിയൊക്കെ പോയിട്ടാണ്. കണ്ടില്ലേ, ഇതൊക്കെ എന്താ പറയുക കരിഞ്ഞ ലീഫ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. നമ്മൾ ചെടികൾ വെച്ചാൽ മാത്രം പോലെ പോരാട്ടോ, അതിന് നല്ല പോലെ കെയർ ചെയ്യണം. താമര പിന്നെ വെള്ളം നമ്മൾ ആവശ്യത്തിന് നിറച്ചൊഴിച്ച് കൊടുത്ത് മതി. ഇത്രയ്ക്ക് കെയറിങ് താമരയ്ക്ക് വേണ്ട. പക്ഷേ ചെടികൾ അങ്ങനെയല്ല. നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ അഗ്ലോണിമ മാത്രമാണ് ഇത്തിരി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നല്ല പോലെ വെയിലായി കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് പുതിയ തൈകൾ ഉണ്ടാവാനും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കണ്ട, ഇങ്ങനെ നിന്നാൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ കലാത്തിയ അങ്ങനെയല്ല കേട്ടോ. കണ്ടാട്ടോ, ക്യാരറ്റൊക്കെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല
അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ട വലിയ പ്ലാന്റ്സുകൾക്കൊന്നും യാതൊരു വക പ്രശ്നവുമില്ല, വല്ലപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ കലാത്തിയ അങ്ങനെയല്ല കേട്ടോ. കലാത്തിയനെ ഒരാഴ്ച ഒരു 3 ദിവസം അടുപ്പിച്ച് വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഫുള്ള് നശിച്ചു പോകും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല കെയറിങ് വേണ്ട ചെടി കലാത്തിയ തന്നെയാണ് കേട്ടോ. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ഇത് നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സുകളും ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ ഫ്ലവറിങ് അല്ലാത്ത ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ. ഈ ഒരു ഭാഗം എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിറഞ്ഞു നിന്നിരുന്ന സൈഡല്ലേ, ഈ ഭാഗം അങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ടാണ്. കണ്ട ഇപ്പോൾ ആ ഒരു സ്പേസിൽ അവിടുത്തെ ചെടികൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു, ഈ ഒരു ഭാഗം ക്ലിയറാക്കി. പിന്നെ കുറേ ചെടികൾ ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചു കേട്ടോ. കണ്ട ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പുറത്തിരുന്ന് വെച്ച ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ അധികം ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം മെറ്റൽ ഇങ്ങനെ കൂമ്പാറായി കിടക്കായിരുന്നു. അതിനൊന്ന് തട്ടി നിരത്തി ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കല്ലൊക്കെ വെച്ചൊരു കെട്ടി ഞാൻ ബിഗോണിയനെ കുറച്ചൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു. ബാക്ക് സൈഡിൽ ഇവിടെ ഇരുന്ന് വെച്ചാൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് ബാക്ക് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ബിഗോണിയൊക്കെ ഇങ്ങോട്ടാക്കിയിട്ടാണ്. പക്ഷേ നല്ല വേനൽക്കാലം വരുമ്പോൾ ഇവിടെ മാവിൻ്റെ തണലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ വെട്ടിക്കളഞ്ഞ കാരണം കൊണ്ട് ബിഗോണിയ നല്ല വേനലാവുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് വീണ്ടും അവരെ സ്ഥലം മാറ്റേണ്ടി വരുമെന്ന് അറിയില്ല. എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബിഗോണിയനെ അപ്പുറത്ത് ആ ഒരു സൈഡിൽ ഇരുന്ന് വെച്ച ബിഗോണിയ പ്ലാന്റ്സിനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഈ ഒരു ബിഗോണിയകൾ മാത്രമാണ് ഇത്തിരി ഒരു ചട്ടിയിൽ നിറഞ്ഞ് നിന്നിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ടാണ് ബിഗോണിയൊക്കെ ഇങ്ങനെ വെച്ചപ്പോൾ അവിടെ ഒരു നിറവായി. മുന്നിങ്ങനെ മെറ്റലിങ്ങനെ കൂമ്പാറായിട്ട് കിടക്കണ കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ ചട്ടി നിരത്തി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഇങ്ങനെ ആക്കി വെച്ചു. ബിഗോണിയനെയും കുറച്ച് അല്ലറ ചില്ലറ വേറെ പ്ലാന്റ്സുകളൊക്കെ, എല്ലാ പ്ലാന്റ്സും ഈ ഫ്രണ്ടിൽ മാത്രം ബിഗോണിയുള്ളൂ. പിന്നെ സിങ്കോണിയ ഉണ്ട്, ഫിലോഡൻഡ്രോൺ ഉണ്ട്, കണ്ടോ അങ്ങനെ എന്തൊക്കെയോ, ഗ്ലോണിമ, കലാത്തിയ, പിന്നെ മോൺസ്റ്റ, അങ്ങനെ ആ ഒരു സൈഡിൽ ഇങ്ങനെ എന്തൊക്കെയോ ഹൈറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് പോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചെടികൾ. പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ ബിഗോണികൾ അഗ്ലോണിമകൾ തന്നെയാണ്, ഇതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതിങ്ങനെ തന്നെ ചെടികൾ മുന്നിരുന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ഫുള്ള് ഗ്രീൻ കളർ ലീഫുള്ള ചെടികളും ആ ഒരു സ്റ്റാൻഡ് മേലും താഴെയായിട്ട് അഗ്ലോണിയം പ്ലാന്റ്സുകളും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഇരുന്ന് വെച്ചാൽ ബിഗോണികളാണ് ഞാൻ എല്ലാനൊന്നുമില്ല, കുറച്ച് ഇവിടെ ഫുള്ള് ബിഗോണികളാണ് വെച്ചിരുന്നത്. ഈ ബിഗോണികളിൽ പോട്ടിൽ തിക്കായിട്ട് നിൽക്കുന്ന ബിഗോണികളൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് അധികം തിക്നെസ് ഇല്ല, അപ്പോൾ ഇതൊക്കെ ഒന്ന് തിക്കായിട്ട് വേണം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ഒഴിഞ്ഞ ചട്ടികളൊക്കെ അത് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. കുറച്ച് അഗ്ലോണിമകളും നാശമായൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഫുള്ളായിട്ട് അഗ്ലോണിമകൾ നശിച്ചു പോയില്ല കേട്ടോ. കണ്ട ലീഫൊക്കെ കൊഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതിനൊന്ന് കുറച്ചും കൂടി ഈ ഒരു സൈഡിൽ നിന്ന് വളർന്ന് നല്ല ഭംഗിയിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ വരുത്തുന്നത്. പിന്നെ തൂക്കുചട്ടികളൊക്കെ അതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൂക്കുചട്ടികളിലൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ചിലത് മാത്രം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ലീഫുകൾക്കൊക്കെ ഇത്തിരി കരിച്ചിലൊക്കെ വന്നായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കെടുത്ത് കളയും. പിസിയൊക്കെ പൂവൊക്കെ ഉണ്ടായി തുടങ്ങി ഇവിടെ ഇങ്ങനെ. പിന്നെ ഈ ഒരു സൈഡിലേക്കും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ ഏതോ ഒരു ചെടി എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസൊക്കെ തന്നെയാണ്, മുന്നിരുന്നേഴ്സൊക്കെ തന്നെയാണ്. കണ്ട ഫിലോഡൻഡ്രോണൊക്കെ ഞാൻ ഇടയ്ക്ക് കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിക്കാൻ വെക്കാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാനിങ്ങനെ വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ച് ചെടികളൊക്കെ പോയിട്ടാ. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇനിയിപ്പോൾ നമ്മൾക്ക് പൂക്കളുണ്ടാവുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആകെ കൂടിയുള്ളൊരു ചൈനീസ് ബാൽസിയാണ് കേട്ടോ ഇത്. കുറേ കളറുകളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലവറിങ് പ്ലാന്റ്സ് മിക്കതും പോയിട്ടാ, കുറേ പോയി. ഇനിയിപ്പോൾ ആകെ കൂടിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു ചൈനീസ് ബാൽസ്യം, പിന്നെ 1-2 റോസ് നിൽക്കുന്നുണ്ട്. റോസുകൾ കുറേ വാങ്ങി വെച്ചായിരുന്നു, അതും പോയിട്ടാ. പിന്നെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഈ ഒരു കളറുള്ളൂ. വേറൊരു വൈറ്റും
റെഡും വൈറ്റും കൂടിയുള്ളൊരു കളർ ഉണ്ടായിരുന്നു കേട്ടോ, അത് പോയി. ഇത് നിറയെ പോകണ്ട. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇഷ്ടം വൈറ്റും റെഡും കൂടിയുള്ളതായിരുന്നു കേട്ടോ. അത് പക്ഷെ കാണാനില്ല, അതും പോയി എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ മണിമുല്ല നിൽക്കുന്നുണ്ട്. മണിമുല്ലയൊക്കെ ഞാൻ കുറേ ഇങ്ങനെ കാട് പിടിച്ചോണം പടർന്നിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ആക്കിയേക്കണത്, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണത്. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഗാർഡൻ പകുതി. പിന്നെ 4 അക്കിയുടെ കൂടിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പോട്ടുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം വലിപ്പം വയ്ക്കാത്ത പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരം പോട്ടുകളാണ് കേട്ടോ. പല സ്ഥലത്ത് വെച്ചിരുന്ന പോട്ടുകളാണ്. ഞാനിതെല്ലാം ഇങ്ങനെ ആക്കി ഇവിടെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അവരൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗാർഡൻ കണ്ടതാ. ഈ ഒരു സൈഡ് നോക്കി കുറേ ഉണ്ടായിരുന്ന ചെടികൾ ഈ ഒരു സൈഡിൽ, അതൊക്കെ പോയിട്ടാ. ലക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ. ഞാൻ അവനെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ അവൻ ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നീക്കി കെട്ടി അവനെ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അവനെ അഴിച്ചു വിട്ടതാണ്. അപ്പം എൻ്റെ പുറകെ ഞാൻ വീഡിയോ എടുക്കണത് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ. എന്താ പറയുക, കുറേ ഈ ഒരു ഭാഗം കുറേ കംപ്ലീറ്റ് അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി ചെടി വയ്ക്കാതിരുന്നു. എനിക്ക് ലോട്ടസിൻ്റെ പാത്രങ്ങൾ ലോട്ടസ് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പം. ഞാൻ ഈ കാർപോർച്ചിൽ നിന്ന് പാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ വെക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം അതാണ് ചെടികൾ വെക്കാണ്ട് ഒഴിച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഗാർഡൻ അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ. മാറ്റം വരുത്താത്തത് ഈ ഒരു ഭാഗം മാത്രമാണ്. നോക്കി നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്ന എൻ്റെ മുറ്റം കുറേ മുറ്റമായി. ഓരോ ദിവസം ചെല്ലുന്തോറും മുറ്റം കൂടി വരികയാണ്. എനിക്ക് ചെടികളൊക്കെ നോക്കാണ്ട് കുറേ പോയി. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ ചെയ്യാൻ ബാക്കിയായിട്ടാണ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഒന്നും എൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് കേട്ടോ. കുറേ ജോലികൾ ബാക്കിയായി പിന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാണ്ട് ഒന്നും ചെയ്യാണ്ട് നിൽക്കും. അങ്ങനെയാണ് എൻ്റെ ചെടികൾ കുറേ നാശമായി പോയത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിനി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതുപോലെ തന്നെ കൊണ്ട് നടക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ എല്ലാം സെറ്റാക്കി എല്ലാം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ ആഴ്ചകളിൽ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ഗാർഡൻ വീഡിയോസൊന്നും ഇടാറില്ല. പലരും ചോദിക്കുന്നുണ്ട് ഗാർഡൻ വീഡിയോസ് ഇടാൻ. പക്ഷേ ഒരു ഭംഗിയിലും വൃത്തിയിലാണ് നടക്കുന്ന ഗാർഡൻ കാണിച്ചിട്ട് എന്താ കാര്യം. ഇനിയിപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മുന്നത്തെ പോലെ തന്നെ ഇവരൊക്കെ ശുശ്രൂഷിച്ച് ഇവരെയും പ്രൊപ്പഗേറ്റ്, ഇതിനും ആവശ്യമുള്ളവരുണ്ട് കേട്ടോ, പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇവരെയൊക്കെ ആദ്യം സെറ്റാക്കി കൊണ്ടുവരണം. ഗാർഡനൊക്കെ നല്ല അടിപൊളിയാക്കണം. പണ്ടത്തെ പോലെ തന്നെ വീണ്ടും നമ്മുടെ എന്താ പറയുക, ഗാർഡൻ മനോഹരമായിട്ട് കൊണ്ടു നടക്കണം എന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ഗാർഡൻ ഇപ്പോഴത്തെ എൻ്റെ ഗാർഡൻ കണ്ടിട്ടൊന്ന് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ വീഡിയോസിനും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയിലും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ്സ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.